ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരെ കൂട്ടി പോണത് എവിടേക്ക് അറിയോ? നമ്മുടെ നെട്ടിശ്ശേരി പാടശേഖരത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നെട്ടിശ്ശേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, തൃശ്ശൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂരിൽ നിന്ന് കുറ്റുമുക്ക് ചേറൂർ എന്നൊക്കെ പറയും. അവിടുന്ന് നമ്മൾ മണ്ണുത്തിക്ക് പോണ വഴിയാണിത് കേട്ടോ. അപ്പോൾ ആ നെട്ടിശ്ശേരി പാടശേഖരം എന്ന് പറയുമ്പോൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും പച്ചപ്പാർന്ന പാടങ്ങളും, അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നടപ്പാതകൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനായിട്ട് ബെഞ്ച് പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് നടക്കാനും അതുപോലെ തന്നെ കാറ്റ് കൊള്ളാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുറമേ ഉള്ള ആൾക്കാരും ഈ കാഴ്ച കാണാനായിട്ട് വരുന്നുണ്ട്. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ 4 മണിയൊക്കെ ആവണ സമയത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ കാറ്റ് കൊള്ളാം. നമുക്ക് നല്ല തണലായിട്ട് മരങ്ങളുണ്ട്. കാഴ്ചകൾ കണ്ണിനും മനസ്സിനൊക്കെ ഒരുപോലെ കുളിർമ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഒരുപാട് വരുന്നത് കാരണം ഇവിടെ ധാരാളം കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഐസ്ക്രീം, ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ ചിക്കൻ്റെ കുറേ വിഭവങ്ങൾ, ചായ, കാപ്പി, ബൂസ്റ്റ്, ഹോർലിക്സ്, അതുപോലെ തന്നെ ബുൾസൈ, ഓംലെറ്റ്, പിന്നെ എണ്ണക്കടികൾ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു കച്ചവടം ആവും ചെയ്തു, വരുന്നവർക്കൊരു നേരം പോക്ക് ആവും ചെയ്തു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഐസ്ക്രീമൊക്കെ ധാരാളം പേര് കഴിക്കുന്നുണ്ട്. അതുപോലെ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്ധ്യാസമയത്താകുമ്പോൾ നമുക്കൊന്നും കൂടി ഇരുട്ടായ പോലെയായി. എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ കണ്ടപ്പോൾ ആ പച്ചപ്പാർന്ന അത് ശരിക്കും കാണുമ്പോൾ നമുക്ക് പണ്ട് കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പാടത്തുനിന്ന് വെള്ളം അങ്ങനെ വരുന്നത് റോഡിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് മറ്റു പാടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വരമ്പിൻ്റെ കഴായ എന്നൊക്കെ പറയാം ഞങ്ങളുടെ നാട്ടിൽ, അങ്ങനെ വെച്ചിട്ട് വെള്ളം പോകുന്നതൊക്കെ കാണുന്നത് ഇന്നൊക്കെ അത് അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയല്ലേ. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ എനിക്കത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണം തോന്നി. അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങേ അറ്റത്ത് കാണുന്നത് പുഴയ്ക്കൽ പാടമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത്ര. എന്നാലും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ധാരാളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണാനുണ്ട്. അതുപോലെ സന്ധ്യാസമയത്ത് വരുമ്പോൾ മറ്റു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നമുക്കപ്പോൾ തോന്നും കേട്ടോ. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ 6 മണി സമയത്തൊന്നും ചെന്നാൽ പറ്റില്ല. 4 മണി സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ആസ്വദിക്കാനും കഴിയും. കാരണം വീഡിയോയിൽ ആ ഭംഗി കിട്ടണമെങ്കിൽ ആ സമയത്താണ് നമുക്ക് കൂടുതൽ തെളിമയാർന്നിട്ട് കാണാനായിട്ട് കഴിയുക കേട്ടോ. അപ്പം ഇങ്ങനെ ധാരാളം ആൾക്കാർ വരുന്നത് കൊണ്ട് അവർക്ക് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനും ഇരിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ട്രാക്ടറൊക്കെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ ഒരു സിമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ 2 സൈഡും സിമൻറ്റ് ഇട്ടിട്ട് നടപ്പാത പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും ആൾക്കാർക്ക് വിശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ നാട്ടിലുള്ള ആൾക്കാരിനെ നടക്കാനായിട്ട് പോകുന്നുണ്ട്, പുറമേ ഉള്ള ആൾക്കാർ കാണാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് മാനത്തേക്കൊന്നും ഇങ്ങനെ വെറുതെ നമ്മൾ ക്യാമറ ഒന്ന് എടുത്ത് നോക്കി. കാരണം കാണാനൊരു ഭംഗി, ആകാശം വെള്ള മേഘങ്ങളെ കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുന്നതും അതുപോലെ താഴെ ആ പച്ചപ്പും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് അങ്ങനെ എടുത്തു എന്ന് മാത്രം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇത് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ വഴി കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ പാടത്ത് വെള്ളം പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് വെറുതെ എടുത്തു എന്ന് മാത്രം. ഞാൻ ഇതിന് മുൻപ് ഇങ്ങനെ പാടത്ത് വെള്ളം പോകുന്നതും കഴായിൽ കൂടെ വെള്ളം പോകുന്നതൊക്കെ കാണിച്ചത് നമ്മുടെ വാഴാലി പാടത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും കൂടി അത് കാണിച്ചു. അപ്പോൾ നമ്മുടെ അവനിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവനിക്കുട്ടി ഇപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ വേണം. അപ്പോൾ അവനിക്കുട്ടിക്ക് എന്ത് കളർ കണ്ടാലും പിങ്ക് കളർ ഇഷ്ടം ഞാൻ പറയാറില്ലേ. അപ്പോൾ ഇപ്രാവശ്യം എന്താ അറിയില്ല, വാനില ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഐസ്ക്രീം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, അച്ഛമ്മ എൻ്റെ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കുക മാത്രമല്ല, അവൾക്കത് നമ്മൾ കാണിച്ചു കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതൊക്കെ വോയിസ് കട്ട് ചെയ്ത കാരണം അത് കേൾക്കണില്ല എന്ന് മാത്രം കേട്ടോ. അവൾക്കത് നന്നായിട്ട് ഇങ്ങനെ പാടത്തെ ആൾക്കാരൊക്കെ വന്ന് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെ തോന്നി. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ കാഴ്ച ഒരു ഇത് തന്നെയല്ലേ. പിന്നെ അങ്ങ് അകലെ കണ്ടു തെങ്ങിൻ്റെ തോപ്പ് കാണാനുണ്ട്. പിന്നെ നമുക്ക് ഈ റോഡ് സൈഡ് മണ്ണുത്തിയിലേക്ക് ഇങ്ങനെ ഈ വഴി കൂടെ പോകുന്നത് കേട്ടോ. അപ്പം മണ്ണുത്തിയിലേക്ക് ഈ വഴി കൂടെ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് മണ്ണുത്തിയിൽ കേട്ടോ. മാടക്കത്തറ, മണ്ണുത്തി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെടികളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് പൂച്ചെടികൾ മാത്രമല്ല, മാവ്, പ്ലാവ്, ഒട്ടുമാവ്, പ്ലാവൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രേട്ടൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വരണു. അപ്പോൾ ആ മേഘപാളികൾ തള്ളി നീക്കിക്കൊണ്ട് വരുന്ന ചന്ദ്രേട്ടനെ കാണാൻ തന്നെ ഒരു സൗന്ദര്യം. അപ്പോൾ ഞാനത് ഒന്നിങ്ങനെ എടുത്തു. പക്ഷെ ക്ലിയർ ആവില്ല, നമ്മുടെ മൊബൈലിൽ എടുക്കുമ്പോൾ അതൊന്നും ക്ലിയർ ആവില്ലല്ലോ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ മുറ്റത്ത് കൂടെ നടന്ന് കൊടുക്കും കുട്ടികൾക്ക്. ആ ചോറ് കൊടുക്കുന്ന സമയത്ത് അമ്പിളിമാമനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയ്ക്കിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടൽ അക്ഷയ ഉണ്ട്. നമ്മുടെ തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുഴക്കിലേക്ക് പോകുന്ന വഴിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് അറിയില്ലല്ലോ വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നേരിയ മഴ ചാറലും അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ ചെടികളൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നി. പിന്നെ ആ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗി തോന്നിയിട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തുനിന്ന് മാത്രം. പിന്നെ അക്ഷയയിലെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക വെച്ചാൽ എപ്പോഴും നമ്മൾ തിരക്കുള്ള ഹോട്ടലിലേക്ക് കയറണം. അവിടുത്തെ ഫുഡ് നന്നെങ്കിൽ മാത്രമാണ് അവിടെ തിരക്കുണ്ടാവുള്ളൂ. ഇത് 11 മണിയായിട്ടും അവിടെ തിരക്ക് തന്നെയാണ് കേട്ടോ. പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും ഫുഡ് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ആൾക്കാർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓർഡർ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ മഴയത്തും ആ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഇതൊക്കെ കൂടിയിട്ട് ഹോട്ടലിൻ്റെ ഇത് കാണാനായിട്ട് നല്ല ഭംഗി തോന്നി. അപ്പോൾ ഞാൻ എടുത്തതാണ്. 2 നില മുകളിലേക്കുണ്ട്. റൂമുകളൊക്കെ അവിടെ സൗകര്യം ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് എടുത്തു എന്ന് മാത്രം. ഞാൻ അധികം പ്രാവശ്യമൊന്നും പോയിട്ടില്ല. 1-2 പ്രാവശ്യം ഹോട്ടലിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ ഈ രാത്രിയിലത്തെ ഈ ലൈറ്റിൽ കാണാൻ നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം.